നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആയുർവേദ BSc നഴ്സിങ്ങിനെ കുറിച്ചും ആയുർവേദ ഫാർമസി കോഴ്സിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കണ്ണൂർ പറശ്ശിനിക്കടവ് MER ആയുർവേദ മെഡിക്കൽ കോളേജിലാണ് ഈ രണ്ട് കോഴ്സുകളും അവൈലബിൾ ആയിട്ട് ഉള്ളത്. BSc നഴ്സിങ്ങിന് 50 സീറ്റും BPharm കോഴ്സിന് 50 സീറ്റുമാണ് ഉള്ളത്. 4 വർഷത്തെ കോഴ്സുകളാണ് രണ്ട്. കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ സീറ്റുകളും സ്കോളർഷിപ്പും ഫീ കൺസെഷനുകളും ലഭിക്കുന്നതാണ്. ഈ റിസർവേഷനുകൾ ലഭിക്കുന്നതിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വാർഷിക വരുമാനവും ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കേരളത്തിൽ ആയുർവേദ BSc നഴ്സിംഗിന്റെയും ആയുർവേദ ഫാർമസി കോഴ്സിന്റെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് +2ന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ്. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ LBSന്റെ വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. രണ്ട് കോഴ്സുകൾക്ക് വേണ്ടിയും ഒറ്റ ആപ്ലിക്കേഷൻ മാത്രം നൽകിയാൽ മതി. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം എന്ന നിർബന്ധമുണ്ട്. രണ്ടാമത്തെ വർഷം 50% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. SC/ST വിഭാഗങ്ങൾക്ക് 45% മാർക്ക് ഉണ്ടായാൽ മതി. 2023 ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ OBC വിഭാഗങ്ങൾക്ക് 600 രൂപയും SC/ST വിഭാഗങ്ങൾക്ക് 300 രൂപയും ആയിരുന്നു. BSc നഴ്സിംഗ് കോഴ്സിന്റെ ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് 53,000 രൂപയാണ്. സ്പെഷ്യൽ ഫീസായിട്ട് ഫസ്റ്റ് ഇയറിൽ 25,000 രൂപയും 2ാം വർഷവും 3ാം വർഷവും 4ാം വർഷവും 20,000 രൂപയുമാണ് നൽകേണ്ടത്. BPharmന് ട്യൂഷൻ ഫീസായിട്ട് എല്ലാ വർഷവും 63,000 രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് ഫസ്റ്റ് ഇയറിൽ 30,000 രൂപയും സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ 25,000 രൂപയുമാണ് നൽകേണ്ടത്. +2ന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അലോട്ട്മെന്റ് വഴിയാണ് അഡ്മിഷൻ നൽകുന്നത്. ഖാസിന്റെ അഫിലിയേഷൻ ഉള്ള കോളേജാണ് MER ആയുർവേദ മെഡിക്കൽ കോളേജ്. ഈ കോഴ്സിൽ അനാട്ടമി, ഫിസിയോളജി, അതുകൂടാതെ ആയുർവേദവുമായി ബന്ധപ്പെട്ട എല്ലാ ചികിത്സകളെയും കുറിച്ചുള്ള പഠനമാണ് ഉള്ളത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയുർവേദ ഫാർമസികളിലും ആയുർവേദ ഹോസ്പിറ്റലുകളിലും ജോലി ലഭിക്കും. ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ജോലി ലഭിക്കുന്ന ഒരു കോഴ്സാണ് ഇത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റിൽ പറയണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.